Dear students, next topic നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബോണസ് ഇഷ്യൂ ആണ്. ബോണസ് ഇഷ്യൂ നമുക്ക് നോക്കാം. Normally, the company distribute only a part of its profits earning during the year as a dividend to its shareholders. The balance portion of the profit is kept for the purpose of expansion and declaration of dividend in lean period. അല്ലേ, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി അതിൻ്റെ ഒരു പ്രോഫിറ്റിൻ്റെ മൊത്തം പ്രോഫിറ്റ് ഓരോ വർഷവും കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ ഡിവിഡൻ്റായിട്ട് ആ വർഷം ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. ബാലൻസ് പോർഷൻ കമ്പനി എക്സ്പാൻഷന് വേണ്ടി അല്ലെങ്കിൽ ലീൻ പീരീഡ് ഡിവിഡൻറ്റ് കൊടുക്കാൻ വേണ്ടി കമ്പനികൾ മാറ്റി വയ്ക്കുന്നു. ദെൻ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഈസ് യൂഷ്വലി കെപ്റ്റ് ആസ് എ റിസർവായിട്ട് ട്രാൻസ്ഫർ ചെയ്താണ് സൂക്ഷിക്കുന്നത്. വെൻ ദ അക്യുമുലേറ്റഡ് റിസർവ് ആൻഡ് സർപ്ലസ് ബിക്കം മച്ച് ഹയർ ദാൻ ദ റിക്വയർഡ് മിനിമം എമൗണ്ട് ദ കമ്പനി മേ റിസോർട്ട് ടു ഡിസ്ട്രിബ്യൂട്ടിംഗ് എ പാർട്ട് ഓഫ് ഇറ്റ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയെ സംബന്ധിച്ച് അക്യുമുലേറ്റഡ് റിസർവ് സർപ്ലസ് റിക്വയർഡ് എമൗണ്ടിനേക്കാളും കൂടുതലാകുമ്പോൾ കമ്പനി എന്ത് തീരുമാനിക്കുന്നു? ടു ഡിസ്ട്രിബ്യൂട്ട് എ പാർട്ട് ഓഫ് ഇറ്റ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് അതിൻ്റെ ഒരു പാർട്ട് കൊടുക്കുന്നതിന് വേണ്ടി കമ്പനി തീരുമാനിക്കുന്നു. The distribution of such accumulated profit and reserve is done usually through bonus payment. അല്ലേ, ബോണസ് പേയ്മെൻ്റ് ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് such accumulated profit and reserve is done usually through bonus payment. Then, bonus to shareholders. According to Section 63 of Companies Act 2013, the bonus to shareholders is distribution of a part of accumulated reserve and surplus among the existing shareholders in proportion of the shares held by them. എന്താ പറഞ്ഞേക്കുന്നത്? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ പാർട്ട് ഓഫ് അക്യുമുലേറ്റഡ് റിസർവ് ആൻഡ് സർപ്ലസ് എമംഗ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് ദ ഷെയർസ് ഹെൽഡ് ബൈ ദം. അവർ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എത്ര ഷെയർ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഓരോ ഷെയർ ഹോൾഡേഴ്സിനും ദെൻ അക്യുമുലേറ്റഡ് റിസർവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. ദ ബോണസ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ഇക്വിറ്റി ഷെയർസ് ഈസ് കോൾഡ് എ ക്യാപിറ്റൽ ബോണസ്. ബോണസ് ഇക്വിറ്റി ഷെയർ ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബോണസ് എന്ന് പറയുന്നത്. ബോണസ് നമുക്ക് ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ ബോണസായിട്ട് ഇൻസെൻറ്റീവ്സ് ആയിട്ട് ഇഷ്യൂ ചെയ്യാം, ഇക്വിറ്റി ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യാം. ദെൻ നമ്മൾ പ്രോഫിറ്റിനെ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ ബോണസ് എന്ന് പറയുന്നത്. ദെൻ bonus issue or capitalization of profit. Capitalization of profit, bonus issue or scrip shares is the issue of shares to existing shareholders out of accumulated profit in the proportion of shares held by them without receipt of anything as consideration from them. കൺസിഡറേഷൻ ഒന്നും മേടിക്കാതെ എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് അവരുടെ ഹോൾഡിങ്ങിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ അല്ലെങ്കിൽ സ്ക്രിപ്പ് ഷെയർസ് എന്ന പേരിൽ സ്ക്രിപ്പ് ഇഷ്യൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്ക് നോക്കാം. Bonus is issued by making partly paid up shares into fully paid up shares. Partly paid up shares fully paid up shares ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ബോണസ് ഇഷ്യൂ ചെയ്യാം by issuing fresh fully paid up equity shares to existing shareholders. By issuing fresh fully paid up equity shares to existing shareholders. Then existing shareholdersന് fully paid up shares ആയിട്ടും ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാം. അപ്പം പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് കൺവേർട്ട് ചെയ്യാനും ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യാം. ബോണസ് ഷെയർസ്. A bonus shares are those fully paid up shares distributed by the company to its existing shareholders free of charge by capitalizing a part of company's retained earnings or conversion of its security premium account. Then provision under Section 63 of Companies Act 2013 and guidelines given by SEBI for issue of bonus shares, Security Exchange Board of India. The bonus issue is made out of free reserve built out of the genuine profit or share premium collected in cash or out of capital redemption reserve. ഏതിൽ നിന്നൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത്? genuine profit or share premium collected in cash or out of capital redemption reserve account.
There should be a provision in Articles of Association of the company for the capitalization of profit and reserve, and if not, the company shall pass a resolution as its general body meeting making provision in Articles of Association for capitalization. So capitalization ബന്ധപ്പെട്ട Articles of Association provision മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. The bonus issue is authorized by general body meeting of company on recommendation of board of directors. Before bonus issue, the company should ensure that it has not defaulted in payment of interest or principal in respect of fixed deposit or debt securities issued by them. Debt securities മേലെ പെൻഡിങ് ഒന്നും നിൽപ്പില്ല, ഇൻട്രസ്റ്റോ പ്രിൻസിപ്പളോ പെൻഡിങ് നിൽപ്പില്ല എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം. It should also ensure that it has not defaulted in respect of the payment of any statutory due of employees such as contribution to provident fund, gratuity, bonus, etc. എംപ്ലോയീസിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഒന്നും തന്നെ പേ ചെയ്യാതെ മുടങ്ങി നിൽപ്പില്ല എന്ന് എൻഷുർ ചെയ്യുക. ജസ്റ്റ് ലൈക്ക് കോൺട്രിബ്യൂഷൻ ടു PF, ഗ്രാറ്റുവിറ്റി, ബോണസ്. Partly paid up shares are to be made fully paid up shares before issue of any additional shares as bonus share. അപ്പോൾ അഡീഷണൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് പാർട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഉണ്ടെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കൺവേർട്ട് ചെയ്യണം നിർബന്ധമില്ല. പാർട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. The declaration of bonus issue should not be made in lieu of dividend of any period. ഡിവിഡൻറ്റിന് പകരമായിട്ട് ബോണസ് ഇഷ്യൂ പാടില്ല. Then, consequent to the issue of bonus shares, if subscribed and paid up capital exceed authorized share capital, a resolution shall be passed by a company at its general body meeting for increasing the authorized capital. എപ്പോഴെങ്കിലും ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ കുറവ് വന്നു കഴിഞ്ഞാൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതോടുകൂടി ഓതറൈസ്ഡ് ക്യാപിറ്റൽ അപ്പോൾ ആ ഇഷ്യൂഡ് ക്യാപിറ്റലിനേക്കാളും ചെറുതായി കഴിഞ്ഞാൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനുള്ള റെസൊല്യൂഷൻ പാസ്സാക്കണം. റിസർവ് ക്രിയേറ്റഡ് ബൈ റീവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ഷുഡ് നോട്ട് ബി ക്യാപിറ്റലൈസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബോണസ് ഇഷ്യൂ. ബോണസ് ഇഷ്യൂവിന് വേണ്ടി റിസർവ് ക്രിയേറ്റഡ് ബൈ റീവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ഉപയോഗിക്കാൻ പാടില്ല. All contingent liabilities disclosed in audited account which have been bearing on the net profit shall be taken into account in calculation of minimum residual reserve. For all contingent liabilities disclosed in audited accounts which have been bearing on net profit shall be taken into account in calculation of minimum residual reserve. Minimum residual reserve കാൽക്കുലേഷന് വേണ്ടി ഓഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. No bonus issue will be made which will dilute the value of right of the holders of debentures. ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് ഡൈല്യൂട്ട് ചെയ്യുന്ന നിലയ്ക്ക് ഇഷ്യൂ പാടില്ല. Development rebate reserve and investment allowance reserve is considered as a free reserve for the purpose of calculation of residual reserve. Residual reserve ആയിട്ട് കണക്കാക്കപ്പെടുന്നതാണ് ഡെവലപ്മെൻറ്റ് റിബേറ്റ് റിസർവിനെയും ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവിനെയും. The company which announced its bonus issue after the approval of board of directors must implement the proposal within the period of 6 months from the date of such approval and shall not have an option of changing the decision. Then, prior action regarding bonus issue നടത്തുന്നതിന് മുമ്പായിട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ. The board of directors should fix the record date and inform the matter to stock exchange 14 days advance. record date ഫിക്സ് ചെയ്യുക, അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഇൻഫോം ചെയ്യുക. The approval of regional office of RBI must be obtained before allotment of bonus share to non-resident shareholders. The approval of regional office of RBI must be obtained before allotment of bonus share to non-resident shareholders. Non-resident shareholdersന് ഷെയർ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് RBIയുടെ അപ്രൂവൽ മേടിച്ചിരിക്കുക. Then, a general notice to the effect shall be given as per the provisions of Companies Act 2013. General notice ഇഷ്യൂ ചെയ്യുക. Then,
Profit available for issue of bonus shares. Important ആണ്. Profit available for issue of bonus shares, revenue profit and capital profit. രണ്ട് പ്രോഫിറ്റ് നമുക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. റവന്യൂ പ്രോഫിറ്റ് അവൈലബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് ബാലൻസിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ജനറൽ റിസർവ് ആൻഡ് റിസർവ് ഫണ്ട്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് ഓർ ഫണ്ട്, എനി ബാലൻസ് ലെഫ്റ്റ് ഇൻ സിങ്കിങ് ഫണ്ട്, ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് left after redeeming debenture or liabilities. Then capital profit or reserve available for issue of bonus shares, security premium received in cash, profit prior to incorporation, capital redemption reserve or any capital reserve realized in cash, profit on sale of fixed asset, profit on sale of business realized in cash. Cash ആയിട്ട് റിയലൈസ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റും പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ബിസിനസ്സും അങ്ങനെയുള്ള ക്യാപിറ്റൽ പ്രോഫിറ്റ് എല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. Capital redemption reserve and security premium reserve in cash are available only for fresh issue of fully paid up bonus shares. പറഞ്ഞേക്കുന്നത് capital redemption reserve and security premium received in cash are available only for issue of fully paid up bonus shares. ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമേ ക്യാപിറ്റൽ റിഡംഷൻ റിസർവും സെക്യൂരിറ്റി പ്രീമിയം റിസീവ്ഡ് ഇൻ ക്യാഷും ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. പാർട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത് ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കാൻ വേണ്ടി ഈ രണ്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇറ്റ് മീൻസ് ദാറ്റ് ദേ കനോട്ട് ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് പാർട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഇൻ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ്. Reserves not available for issue of bonus shares are capital reserve arising due to revaluation of asset which is not realized in cash, share premium arising on issue of shares on amalgamation or takeover, investment allowance reserve or development rebate reserve before expiry of 8 years of creation, balancing debenture redemption reserve account before redemption take place, surplus arising from changing mentioned of charging depreciation, surplus arising from a change in method of charging depreciation, security premium account. According to section 133 of Companies Act 2013, security premium may be applied for the following purpose. നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം ഇത് പറഞ്ഞാണ്. ഫോർ ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്, for writing of preliminary expenses of the company, for writing up of expenses of or commission paid or discount allowed on or any of the shares or debentures of company, for the purchase of its own shares, buyback of shares or other securities under section 68 of Companies Act 2013. Objectives of bonus share: to reduce market price of shares. Issue of bonus share reduces the market price of shares as rendering them more marketable. Then to indicate good prospects. Issue of bonus share is an indication of the investors that the company has a good prospects. The increased goodwill. The goodwill of the company which issue bonus shares is increased. Raises capital. Issue of bonus shares is an inexpensive method of raising capital by which the cash resource of the company can be conserved. Protected ആണ്. ക്യാഷ് വെളിയിലോട്ട് പോകുന്നില്ല. To make the shareholders satisfied. On issue of bonus shares, the shareholders get satisfied as the shares can be sold in market for releasing cash. അല്ലേ, അവർക്ക് എപ്പോൾ വേണേലും ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർ കിട്ടിക്കഴിഞ്ഞാൽ ആ ബോണസ് ഷെയർ മാർക്കറ്റ് ഇവർക്ക് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുക. ലിക്വിഡിറ്റി അവിടെ വരുന്നുണ്ട്. Effect of issue of bonus shares: increase in the share capital and number of shares. Number of sharesും ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നു. റെഡ്യൂസ് ഡിവിഡൻഡ് പെർ ഷെയർ. അപ്പോൾ നമുക്ക് ഷെയർ ക്യാപിറ്റൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിവിഡൻഡ് പെർ ഷെയർ റെഡ്യൂസ് ചെയ്യും. ദെൻ നോ എഫക്റ്റ് ഓൺ അസറ്റ്സ്. അസറ്റിനെ ഒരു കാരണവശാലും ബാധിക്കുന്നത്. ആസ് ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് റിസർവ്, ദ ക്യാഷ് ബാലൻസ് ഓർ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് നോട്ട് എഫക്റ്റഡ്. ക്യാഷ് ബാലൻസിനെയോ വർക്കിംഗ് ക്യാപിറ്റലിനെയോ എഫക്റ്റ് ചെയ്യുന്നില്ല. ദെൻ നെറ്റ് വർത്ത് റിമെയിൻ to be same. The net asset of the company remain unaffected because the share capital is increased only through reducing reserves and surplus. അപ്പോൾ റെഡ്യൂസിങ് റിസർവ്സ് ആൻഡ് സർപ്ലസ് കൺവേർട്ട് ചെയ്ത് ഷെയർ ക്യാപിറ്റൽ ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറിച്ച് വേറെ നമ്മൾ ഒരു ചേഞ്ചസും കമ്പനിയിൽ വരുന്നില്ല. അഡ്വാൻറ്റേജ് ടു കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ: an altered liquidity position, more realistic balance sheet,
increase in credit worthiness, economical, then wider marketability, give green signal of growth, then satisfy the shareholders, improve the image of company. നമ്മൾ ഓൾറെഡി ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പറഞ്ഞ തന്നെ കാര്യങ്ങളാണ്. ദെൻ അഡ്വാൻറ്റേജ് ടു ഷെയർ ഹോൾഡേഴ്സ്, ഇമ്മീഡിയറ്റ്ലി റിയലൈസബിൾ ഷെയർസ് ക്യാൻ ബി കൺവേർട്ട് ഇൻ ടു ക്യാഷ്. അവർക്ക് എപ്പോൾ വേണേലും അത് ഷെയർ വിറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, റിയലൈസബിളായിട്ട് മാറ്റി ലിക്വിഡാക്കി കൊടുക്കുന്നു. ദെൻ നോട്ട് ടാക്സിബിൾ, ഇൻക്രീസ് ഇൻ ഫ്യൂച്ചർ ഇൻകം. ഡിസഡ്വാൻറ്റേജ് ഓഫ് ബോണസ് ഇഷ്യൂ, ഡിക്ലൈൻ ഇൻ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കുറയും. ദെൻ സ്പെക്കുലേറ്റീവ് ഡീലിംഗ് അഫക്റ്റിംഗ് ലിക്വിഡിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, റിഡക്ഷൻ ഇൻ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ഫോർഗോസ് ക്യാഷ് ഈക്വലൻറ്റ്, ലെന്തി പ്രൊസീജിയർ, ഡിക്രീസ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്, ഹൈ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള തിയറി പാർട്ടിനകത്ത് വരുന്നത്. ഓക്കെ, താങ്ക് യു.